ഡോക്ടേഴ്സ് ഇൻ ഇംഗ്ലീഷ് സെഷൻ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 2136 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്കൊരു ചർച്ചയാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയുടെ വിഷയം പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ചാണ്. പാർക്കിൻസൺസ് ഡിസീസ് നേരിടുന്ന ഒട്ടനവധി രോഗികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഹോമിയോപ്പതി ഡോക്ടർമാരെയും കൺസൾട്ട് ചെയ്യാൻ ഒത്തിരി പേഷ്യൻസ് എത്താറുണ്ട്. അപ്പോൾ ഈ പാർക്കിൻസൺസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നതിനെ കുറിച്ച് ആണ് ഇന്നത്തെ ഈ ചർച്ച. നമ്മുടെ സീനിയർ ഡോക്ടേഴ്സായ ശ്രീധരക്കുറുപ്പ് സാറ്, ജോസ് ഐസക് സാറ്, പിന്നെ ധനേഷ് ഡോക്ടർ, അതുപോലെ ഒട്ടനവധി ഡോക്ടേഴ്സ് ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നുണ്ട്. അവരുടെ എല്ലാം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും സജീവമായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ധനേഷ് ഡോക്ടറെ, എന്താണ് ആമുഖമായി പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്? നന്ദി ശൈല ഡോക്ടറെ. നമ്മള് പാർക്കിൻസൺസിനെ കുറിച്ചുള്ള ചർച്ച കുറച്ച് നാളുകളായിട്ട് വെച്ചിട്ട് അതിങ്ങനെ മാറി മാറി പോവുകയായിരുന്നു, പെട്ടെന്ന് പുതിയ ഇഷ്യൂസ് വരുമ്പോഴേ. പക്ഷെ എന്തുകൊണ്ട് ഈ പാർക്കിൻസൺ അല്ലെങ്കിൽ പാർക്കിൻസൺ ഡിസീസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് തലച്ചോറിലെ സ്റ്റെം സെൽസിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം അവരുടെ വളർച്ച നഷ്ടപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് മനുഷ്യർക്കുണ്ടാകുന്ന ആരോഗ്യപരമായ പ്രശ്നമാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്റ്റ് തലച്ചോറിൽ എന്തുണ്ടായാലും നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മസിലുകളെ, അതുപോലെ തന്നെ കോശങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യും. അപ്പൊ അത് കൊണ്ടുണ്ടാകുന്ന ശരിക്കും ഇതിനുള്ള ഒരു ശാസ്ത്രീയമായ ഒരു ചികിത്സ അലോപ്പതിയിൽ ഇല്ലെന്ന് എല്ലാ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിലും പറയുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു ഹോമിയോപ്പതിക് ഡോക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ഇതിന്റെ സാധാരണ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കൈയുടെയൊക്കെ വിറവല്, അതുപോലെ നടക്കുമ്പോൾ വീഴും എന്നുള്ള ഒരു ഭയപ്പാട്, വീണേക്കും എന്നുള്ള പേടി, അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റെഡിനെസ് ഉണ്ടാവില്ല, കൃത്യമായിട്ട് ചുവടുകൾ വെച്ച് നടക്കാനുണ്ടാവില്ല. ഒരു ചെറിയ സർഫസിൽ, അതായത് ഒരു വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ ചെറിയൊരു പടിയുടെ തട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഈ തട്ടിൽ പുറത്തോട്ട് കാല് വെച്ചാൽ ഞാൻ വീഴും എന്ന് രോഗി പേടിക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും അത് അവന്റെ ജീവിതത്തിൽ നിത്യ ബുദ്ധിമുട്ടായിട്ട് മാറും. അത് കുടുംബത്തിലുള്ളവർക്കും പ്രശ്നമായിട്ട് മാറും. ആദ്യമൊക്കെ പല ആൾക്കാരും ഇതിനെ തെറ്റിദ്ധരിക്കാറുണ്ട്. കാരണം ഇത് ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കും വരുന്നത്, ചിലപ്പോൾ നടക്കുമ്പോഴായിരിക്കും വരുന്നത്, ചിലപ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴും ഉണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ടാകും. അപ്പൊ ഇത് ഏത് സമയത്തും എപ്പോഴും ഉണ്ടാകാം. പിന്നെ ചില ആൾക്കാർക്ക് ഇത് വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് വലത്തെ കൈയിൽ വന്നിട്ട് വലത്തെ കൈ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വന്നു പിന്നെ ഇടത്തെ കൈ വിറക്കാൻ തുടങ്ങും, പിന്നെ രണ്ട് കൈയും കൂടെ വിറയ്ക്കും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ അവസ്ഥകളിൽ നമ്മൾ രോഗികളെ കാണാറുണ്ട്. അപ്പം ഇതിൽ നിന്ന് ഇതിന് ശാസ്ത്രീയമായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും, ഇത് പാർക്കിൻസൺസിന്റെ ലക്ഷണമാണെന്നുള്ളത്. പക്ഷെ ഇതിന് എങ്ങനെ നമ്മൾ ചികിത്സിക്കാം? ഒരു ഹോമിയോപ്പതി ഡോക്ടറുടെ വ്യൂ പോയിന്റിൽ സാധാരണ നമ്മളിത് വരുന്ന മിക്കവാറും രോഗികളെല്ലാം ഇത് ഡയഗ്നോസിസിന് ശേഷമായിരിക്കും വരുന്നത്. അവർ MRI ഒക്കെ എടുത്ത് അതിന്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഇതാണെന്ന് അറിഞ്ഞ് പലപ്പോഴും അതിന്റെ മെഡിസിൻസും ഒക്കെ കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മരുന്നുകളൊക്കെ കഴിച്ചായിരിക്കും വരുന്നത്. ഇനി അല്ലാതെ തന്നെ ആണെങ്കിൽ പോലും വരാം. ഇത് ചെറുപ്പക്കാരിലും വളരെ ചുരുക്കമായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നാലും കൂടുതലും 50 വയസ്സിന് ശേഷമുള്ളവരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. പക്ഷേ ഈ എത്തിയോളജി അൺനോൺ എന്നൊക്കെ പറയുകയാണെങ്കിലും നമ്മൾ ഓരോ രോഗികളെയും ഹോമിയോപ്പതിയുടെ ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമാണ്. നമ്മളൊരിക്കലും ഒരു രോഗത്തിന്റെ പേരറിഞ്ഞല്ല അതിനെ ചികിത്സിക്കുന്നത്. നമ്മള് ഓരോ രോഗിയെയും വ്യത്യസ്തമായിട്ട് കണ്ട് ഓരോ രോഗിയുടെയും സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പ്രത്യേകതകൾ വെച്ചാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയും. അപ്പൊ ആ ഇൻഡിവിജ്വലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളൊരു ടോട്ടാലിറ്റി എടുത്താണ് ട്രീറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ടോട്ടാലിറ്റി എടുത്തു വരുമ്പോഴത്തേക്ക് കേസ് ഹിസ്റ്ററിക്ക് പ്രീവിയസ് ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾക്ക് നേരത്തെ അയാളുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, അയാൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിൽ അയാൾ എന്തെല്ലാം രോഗാവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അയാളുടെ സ്വഭാവ സവിശേഷതകളിൽ എന്ത് മാറ്റമൊക്കെയാണ് കണ്ട് ഉണ്ടായിരിക്കുന്നത്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു കേസ് ഞാൻ വ്യക്തമായിട്ട് ഇപ്പോഴും നല്ല ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കേസ് പറയുകയാണെങ്കിൽ, ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ഓഫീസർ ആയിട്ടിരുന്ന ആൾ റിട്ടയർ ചെയ്യുന്നു. അദ്ദേഹം നല്ല ഒരു ബിസിനസ് ഐക്കൺ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രധാനമായിട്ടും നമ്മുടെ ടോഡി മദ്യം കള്ള് വ്യവസായമായിരുന്നു. കുറേ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹം വർഷങ്ങളായിട്ട് മദ്യപാനം നന്നായിട്ട് നടത്തും. പക്ഷെ അയാളുടെ ജോലിയും അതുപോലെ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി സമ്പത്ത് കമ്പനി കൂടിയിട്ടുണ്ട്. പക്ഷെ ആള് ഒരു പട്ടാള ചിട്ടക്കാരനായിരുന്നു. അപ്പൊ എന്തുകൊണ്ടും ഇയാളുടെ ഒരു രീതി വെച്ച് നോക്കിയാൽ നമ്മൾ ഞാൻ ആദ്യം കാണുമ്പോൾ ഇയാള് ഒരു 15ഓളം മരുന്ന് കഴിക്കുന്നുണ്ട്, ഗുളികകൾ ഒരു ദിവസം കഴിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വീട്ടിൽ പോയി കാണുകയാണ്. കാണുമ്പോൾ ഇയാൾക്ക് നടക്കാൻ കട്ടിലിൽ തന്നെയാണ്, ആ മുറിയിൽ തന്നെ പിടിച്ച് പിടിച്ച് രണ്ടുപേര് പിടിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കൊടുത്ത മെഡിസിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അത് വേറൊന്നും ആയിരുന്നില്ല, നക്സമിക്ക തന്നെയായിരുന്നു. അപ്പം നക്സമിക്ക നമ്മൾ വണ്ണം റിപ്പീറ്റഡ് ഡോസ്, ആദ്യം സിംഗിൾ ഡോസ് കൊടുത്ത് ഒരു നേരം വെച്ച് കൊടുത്തു. അതിനോടൊപ്പം കാലിഫോസിക്സും ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റേ വന്നുള്ളൂ. പക്ഷെ അതിനുശേഷം ഞാൻ ഈ നക്സമിക്ക വണ്ണം തന്നെ ഡെയിലി ഒരു ഡോസ് വെച്ച് ഒരാഴ്ച കൊടുത്തു. അതിനോടൊപ്പം തന്നെ കാലിഫോസും കാൽക്കീരിയ ഫോസും ഈ രോഗിക്ക് കൊടുത്തിരുന്നു. ഇത് രണ്ടും ഒരു 2 അവർലി ആദ്യം കൊടുത്തുമായിരുന്നു. പിന്നീട് അവർ 4 ടൈംസ് വെച്ച് കൊടുത്തു. നല്ല വ്യത്യാസം വന്നു. ഈ നടക്കാതിരുന്ന രോഗി അയാളുടെ ബൈസ്റ്റാൻഡറേയും കൂട്ടി ഒരു 100 മീറ്റർ അപ്പുറയുള്ള അദ്ദേഹത്തിന്റെ മോളുടെ വീട്ടിൽ വരെ നടന്ന് നീങ്ങി. ഇത് അവരെ സംബന്ധിച്ച് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഈ പേഷ്യന്റ് പിന്നീട് ഒരു 7 വർഷത്തോളം നമ്മുടെ ട്രീറ്റ്മെന്റിൽ തന്നെ ആയിരുന്നു. സുഖമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു. അവസാനം ഡെത്ത് വരുന്ന സമയത്ത് അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരെ പോയി. അപ്പം ഇതുപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വലത്തെ സൈഡിൽ ഇങ്ങനെ വരച്ച് വരച്ച് വരികയാണെങ്കിൽ അവിടെ എപ്പോഴും റൈറ്റ് ടു ലെഫ്റ്റ് ഡീവിയേഷൻ. നമുക്ക് ലൈക്കോപോഡിയത്തിനെ കുറിച്ച് ചിന്തിക്കാം. തിരിച്ച് ഇടത്ത് വശം മുതൽ ഇങ്ങനെ തുടങ്ങി തുടങ്ങി റൈറ്റിലോട്ട് വരികയാണ്. അവിടെ നമുക്ക് ലാക്കസിനെ കുറിച്ച് ചിന്തിക്കാം. അതുപോലെ തന്നെ ഒപ്പിയം ഒരു പ്രധാനപ്പെട്ട മെഡിസിനാണ്. സിംഗമറ്റ് പ്രധാനപ്പെട്ട മെഡിസിനാണ്. ഹെലിബോറസ് വളരെ പ്രധാനപ്പെട്ട മെഡിസിനാണ്. അപ്പൊ ഇങ്ങനെ ഈ മെഡിസിൻസിന്റെ എല്ലാം ടോട്ടാലിറ്റി ഒത്തുവരികയാണെങ്കിൽ അത് ശരിയായിട്ട് വരും. പിന്നെ നമുക്കറിയാവുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് കോസ്റ്റിക ആവാം, ഫോസ്ഫറസ് ആകാം. അപ്പൊ ഏത് റെസ്റ്റോക്സ് വരാം, ഇൻസീമിയം വരാം. അപ്പൊ ഏത് മെഡിസിൻ ആണെന്നുള്ളതിനല്ല, ഏത് കേസിലും നമുക്ക് വരുന്ന മെഡിസിൻ ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും അത് കറക്റ്റ് ഉറപ്പാക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും. തീർച്ചയായും അതിനോടൊപ്പം തന്നെ വീട്ടുകാരുടെ സപ്പോർട്ടും, രോഗിയെ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ സപ്പോർട്ട് കൊടുക്കുന്നതിൽ, രോഗിയുടെ വീഴും എന്നുള്ള ഭയം മാറുന്നതിന് വേണ്ടി അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ അയാളെ നടക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇത് പൊതുവെ എല്ലാവരും ഞാൻ വീഴും എന്നുള്ള പേടി കാരണം അയാൾ നടക്കത്തില്ല. ഫിയറോ, അത് ഭയങ്കര ഒരു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഞാൻ വീണയൊക്കെ ഒന്ന് പേടിച്ച് അവർ ഒരടി നടക്കത്തില്ല. നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ തിരിച്ച് പുറകോട്ട് തിരിച്ച് നമ്മളെ വലിക്കും. ഇരട്ടി പവറായിരിക്കും. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളും സാധാരണ നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ മരുന്നുകളെല്ലാം, ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന എല്ലാ മരുന്നുകളും നമ്മൾ ഗ്രാജുവലായിട്ട് കുറച്ച് കുറച്ച് നിർത്തി എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഹോമിയോപ്പതിയിലോട്ട് ആ വീട്ടുകാരുടെ കോൺഫിഡൻസ്, അവരുടെ ഇമ്പ്രൂവ്മെന്റ് അവർക്ക് മനസ്സിലാകാൻ തുടങ്ങും. ഈ രോഗി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങുന്നു, ഉറക്കത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. മറ്റേത് അങ്ങനെയല്ല, ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ അതുപോലെ സംശയം, എല്ലാവരും സംശയിക്കും, പേടിയായിരിക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും രോഗി ഒത്തിരി ഗുരുതരമായ അവസ്ഥയിലൂടെ ഇങ്ങനെ വീട്ടുകാർക്ക് ശല്യമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ വരും. പല വീട്ടുകളിലും ഇതിന്റെ പേരിൽ മക്കള് ദേഷ്യപ്പെടും, ഒച്ച വെക്കും, അച്ഛന്റെ തോന്നലാണ്, അമ്മയുടെ തോന്നലാണ്, ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ആ രോഗി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് രോഗിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇത്രയാണ് എനിക്ക് ഇതിന് തുടക്കത്തിൽ പറയാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടറെ.
ഇതൊക്കെയാണ് ഡോക്ടറുടെ കേസും ചികിത്സാ അനുഭവങ്ങളും ഈ പാർക്കിൻസൺസിൽ ഉള്ളത്. ഇനി ഈ അസുഖത്തിനെ ചികിത്സിച്ച എക്സ്പീരിയൻസ് നമുക്ക് ജോസഫ് സാറിനോട് ചോദിക്കാം. സാറിനെ ക്ഷണിക്കുകയാണ്. പാർക്കിൻസൺ എന്ന് പറയുന്നത് ഒരു 50%, 40% ക്യൂർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി ഒരു 25% അത് കൂടുതൽ വർദ്ധിക്കാതിരിക്കാൻ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കൊണ്ട് സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിന് മരുന്നില്ല. ഇതൊരു പ്രോഗ്രസിങ് ഡിസീസാണ്. ആദ്യം ഒരു കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തുടങ്ങിയിട്ട് പിന്നീട് ഇത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതിൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ പലരും ഇതിനെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര ശ്രദ്ധ കാണിക്കാറില്ല. പിന്നീടാണത് കൂടുതലാവുമ്പോഴാണ് പലപ്പോഴും പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നത്. അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം തുടക്കത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കുറെ കൂടി ബെറ്റർ റിസൾട്ട്സ് കാണിക്കാൻ പറ്റും. അത് ഏതൊരു രോഗത്തെ സംബന്ധിച്ചിടത്താണ്. അതേപോലെ തന്നെ ഇവര് വരുന്നത് പലപ്പോഴും ഡോക്ടർ ധനേഷ് പറഞ്ഞ പോലെ 50 വയസ്സ് കഴിഞ്ഞ്, അതും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും കോമോർബിഡിറ്റീസ് ഉള്ള ഹൈ കൊളസ്ട്രോളിനോ ബ്ലഡ് പ്രഷറിനോ അല്ലെങ്കിൽ ഡയബറ്റീസോ ഒക്കെ ഉള്ളവർ ഗുളികകൾ കഴിച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇത് ഡെവലപ്പ് ചെയ്യാറുള്ളത്. പലരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അതറിയാം. ഇപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുകളില്ല, മരുന്നുകളില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് പലപ്പോഴും ഇതൊക്കെ പണ്ട് കാലത്ത് തൊട്ട് ഉണ്ടായിരുന്നു ആ ഡിസീസ് എന്ന് നമുക്കറിയാം. ഇപ്പൊ നമുക്കറിയാം കെൻസ് റെപ്പർട്ടറി 1898 അടുപ്പിച്ചാണ് വന്നത്. പക്ഷേ ആ കെൻസ് റെപ്പർട്ടറിയിൽ പാർക്കിൻസൺസ് ഡിസീസ് പറയുന്നുണ്ട്. പാർക്കിൻസൺസ് എന്നല്ല ആ റൂബ്രിക്ക് അല്ലെങ്കിൽ ആ സിംറ്റം പറഞ്ഞിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് പാരാലിസിസ് അജിറ്റൻസ് എന്നാണ്. അപ്പൊ അതൊരു ഓൾഡ് ടേം ആണ്. പിന്നീട് നമുക്കറിയാം ഈ രോഗങ്ങൾക്ക് പലതിനും വീണ്ടും പുനർനാമകരണം ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. കൂടുതൽ സയന്റിഫിക് ഒക്കെ ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പേരുകൾ ഇടുക. ഡിസീസ് നെയിംസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. കാരണം ഒന്നുകിൽ കണ്ടുപിടിച്ച ആളുടെ പേരിടും, അല്ലെങ്കിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ഇതിനോട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട സ്ഥലത്തിന്റെ പേരിടുന്നുണ്ട്. പിന്നെ ഇപ്പൊ ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലാത്ത ഒരു പേരാണത്. പിന്നെ അതിലും കഷ്ടമാണ് ഇപ്പൊ ഇൻഫ്ലുവൻസ ABCD എന്നൊക്കെ ആയി. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസും അതെ. പലപ്പോഴും ഈ പേരുകളൊക്കെ എന്തിനാ ഇങ്ങനെ ഇടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ആ ഡിസീസിനെ കുറിച്ച് എന്തെങ്കിലും അതിന്റെ പത്തോളജിയോ സിംറ്റമറ്റോളജിയോ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പേരിടുമായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഹോമിയോപ്പതി ലിറ്ററേച്ചറിൽ എസ്പെഷ്യലി കെൻസ് റെപ്പർട്ടറിയിൽ ഇതിന്റെ റൂബ്രിക് എന്ന് പറയുന്നത് പാരാലിസിസ് അജിറ്റൻസ് ആണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് സൈഡിലേക്ക് വരുമ്പോൾ പലപ്പോഴും മറ്റു കോമോർബിഡിറ്റീസ് ഉണ്ടെങ്കിൽ പലപ്പോഴും നല്ലത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഒരു 10 കൊല്ലമായിട്ട് പല ക്രോണിക് ഡിസീസും ഉണ്ട്. അതിനുശേഷം ഇതും കൂടി ആഡ് ഓൺ ചെയ്തു വന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനാണ് ഹെൽപ്പ് ചെയ്യാറുള്ളത്. എന്തായിരുന്നാലും ഒരു കാര്യം നമുക്ക് ഹോമിയോപ്പതിക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നുണ്ട്, മറ്റേത് ചികിത്സാശാസ്ത്രത്തിലും ഇത് വർദ്ധിച്ചു വരികയാണ് സാധിക്കുകയും ചെയ്യുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു മജോറിറ്റി ഓഫ് കേസിലും കഴിഞ്ഞിട്ടുണ്ട്, ഹോമിയോപ്പതിക്ക് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മെയിൻ റെമഡീസ് വരുന്നത് റെസ്റ്റോക്സ്. ചിലർക്ക് അതിൻ്റെ ഒരു മൂവ്മെന്റ്, ഒരു കൈ എടുക്കുമ്പോൾ തന്നെ തുടക്കത്തിൽ വളരെയധികം ഷേക്കിങ്ങും ട്രെമർ പോലെയൊക്കെ ഉണ്ടായിച്ച് പിന്നെ അങ്ങ് നോർമൽ ആകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ തുടക്കത്തിലാണ് ഇതിൻ്റെ അഗ്രവേഷൻ എങ്കിൽ, അല്ലെങ്കിൽ തുടക്കത്തിലാണ് ഇത് ശക്തമായിട്ട് കാണുന്ന സിംറ്റംസ് ശക്തമെങ്കിൽ നമുക്ക് റെസ്റ്റോക്സ് കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന് മറക്സോളാണ്. മറക്സോളും അത് ഇതൊരു സിഫിലിറ്റിക് ഡിസീസാണ്. ന്യൂറോളജി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ന്യൂറോളജിക്കൽ ഡിസോർഡറിൽ വരുന്നതായിട്ട് വരാം.
അതേപോലെ തന്നെ ഏറ്റവും നമുക്ക് ട്രീറ്റ്മെന്റിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇത് ഏത് സൈഡിൽ തുടങ്ങി എന്നുള്ളതാണ്. ഏത് കയ്യിൽ, സാധാരണ കയ്യിൽ ഏത് കയ്യിലാണ് എന്ന് വെച്ചാൽ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ആദ്യം തുടങ്ങിയത്. അപ്പോൾ റൈറ്റിലാണ് തുടങ്ങിയെങ്കിൽ ലൈക്കോപോഡിയം ആണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടിരിക്കുന്നത്. ലെഫ്റ്റിൽ തുടങ്ങിയത് പലതിനും ലാക്കിസ് തൂജ, ഇത് രണ്ടുമാണ് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിരിക്കുന്നത്. ലാക്കിസും തൂജയും, ലാക്കിസ് ഹോട്ട് പേഷ്യൻ്റ് ആണ്, തൂജ ചില്ലി പേഷ്യൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതൊരു കൂടുതലും ഡീപ്പ് ആക്ടിങ് ആയിട്ടുള്ള റെമഡീസ് ആണ് ഇതിൽ വർക്കൗട്ട് ആകുന്നത്. അതിൽ തന്നെ പറയുമ്പോൾ മിനറൽ റെമഡീസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടി വരും. അത് വെജിറ്റബിൾ ഡ്രഗ്സിന് വലിയ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന് വലിയ ഗുണമൊന്നും കിട്ടാറില്ല. ഒരു എക്സെപ്ഷൻ ഉള്ളതെന്ന് പറയാൻ വേണമെങ്കിൽ നമുക്ക് നെക്സോമിക്ക പറയാം. നെക്സോമിക്ക പലപ്പോഴും, കാരണം ഒരുപക്ഷെ ഇത് സെക്കൻഡറി ആയിട്ട് ഡെവലപ്പ് ചെയ്താകാം, അതും അല്ലെങ്കിൽ മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് കൊണ്ട് മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ച് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരിൽ, വർഷങ്ങളായിട്ട് ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ പലപ്പോഴും നെക്സോമിക്ക ഹെൽപ്ഫുൾ ആയിട്ടും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് കേസ് ടേക്കിങ്ങിൽ തന്നെ 2-3 കാര്യങ്ങൾ കൃത്യമായി അസസ് ചെയ്തിരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് സൈഡിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം ആദ്യത്തെ 5 കൊല്ലം ഏതെങ്കിലും ഒരു സൈഡിലായിരുന്നു, പിന്നെ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 സൈഡിലുമായി എന്നൊക്കെ പറയുന്നു. പിന്നെ അതും അല്ലെങ്കിൽ സിംറ്റംസ് ചിലർ ഈ പറയുന്ന പലപ്പോഴും റെസ്റ്റോക്സിന്റെ സിംറ്റംസ് കാണിക്കാൻ, റെസ്റ്റോക്സ് അത്ര ക്യൂറേറ്റീവ് അല്ലെങ്കിൽ പോലും റെസ്റ്റോക്സ് പലപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഒരു പേന എടുക്കാൻ പോകുമ്പോഴാണേലും ആദ്യം ഒരു ട്രിമർ, അത് കഴിഞ്ഞ് വെച്ച് പിന്നെ കറക്റ്റായിട്ട് കയറി എടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കാണാം. അപ്പോൾ അത് ഫസ്റ്റ് മോഷൻ അഗ്രവേഷൻ എന്നുള്ള വെച്ച് കണ്ടാണ് പലപ്പോഴും റെസ്റ്റോക്സ് കൊടുക്കുന്നത്. പിന്നെ മറക്സോള് നമ്മൾ സിഫിലിറ്റിക് എന്നുള്ള ഒരു കണ്ടീഷൻ വെച്ച് കൊടുക്കാം. ഇത് പലപ്പോഴും നമുക്ക് ഇതിനൊരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു എന്താണ്, ഇതിന് മാത്രം ഒരു റെമഡി പറയാൻ പറ്റില്ല. പലപ്പോഴും പോളിക്രഷ് റെമഡീസ്, അതും മിനറൽ റെമഡീസ്, ഇത് രണ്ടും മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് എളുപ്പമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ വെജിറ്റബിൾ ഡ്രഗ്സ് അത്ര എഫക്റ്റീവായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇത്രയാണ് എൻ്റെ ചികിത്സാനുഭവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, മിനറൽസ് എന്നല്ലേ പറഞ്ഞേ? മിനറൽസ് എന്നല്ലേ? മിനറൽസ് അതിലേതൊക്കെയാ മിനറൽ പ്രധാനമായിട്ട്? റെമഡീസിൽ വരുന്ന നമുക്ക് ഏത്, ഇപ്പൊ കൽക്കരി കാർബ്, സൈലീഷ്യ, ഇതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട് ഒരു 40% ഒരു ക്യൂറേറ്റീവായിട്ട് കണ്ടിട്ടുള്ളൂ. അതിന് മുകളിലോട്ടൊരു പക്ഷെ എന്തായിരുന്നാലും ഒരു കാര്യം നമുക്ക് പറയാൻ കഴിയും, പല ആൾക്കാരും ഇതിനെ മെഡോപ്പാന്നോ എന്തോ പറഞ്ഞൊരു മെഡിസിൻസ് ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പൊ അത് ഇതിന്റെ പേരുകൾ ഇങ്ങനെ മാറി മാറി വരും. അവസാനം എന്തായാലും ഈ ഓപ്പാണ് അത്. ഇത് ഞാൻ പറയാൻ കാരണം പല രാജ്യങ്ങളിലും ഇതേ സാധനം തന്നെ പല പേരിലാണ് ഇറക്കുന്നത്. ഇപ്പൊ നമ്മുടെ പാരസിറ്റമോൾ തന്നെ പല രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പല പേരുകളുണ്ട്. നമുക്ക് കാനഡയിൽ ഒരു പേര്, അമേരിക്കയിൽ ഒരു പേര്, അങ്ങനെ പലയിടത്തും എന്ന് പറഞ്ഞ പോലെയാണ് ഇത്. പക്ഷെ സംഗതി ഒന്ന് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇത് വർദ്ധിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് കഴിയുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇത് സ്ലോലി പ്രോഗ്രസിങ് ഡിസീസാണ്. അപ്പൊ അത് അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. കാരണം ഇത് വളരെ കുറച്ചൊക്കെ പ്രായമായ ആൾക്കാരിലാണ് ഇത് കാണുന്നത്. അവർക്കത് പക്ഷെ ഇതിനകത്ത് സക്സസ് റേറ്റ് പലപ്പോഴും നോക്കുമ്പോൾ തുടക്കത്തിൽ ഈ പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വരുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. എൻ്റെ പ്രാക്ടീസിൽ കണ്ട കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുകയാണ്. തുടക്കത്തിൽ തന്നെ വരുന്ന പേഷ്യൻസിന് നല്ല വ്യത്യാസം വരുന്നുണ്ട്, ചിലത് മാറുന്നുമുണ്ട്. പക്ഷെ 2, 4, 5 വർഷം കഴിഞ്ഞ് വരുന്നവരിൽ നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നത് ഇത് ഫർദർ ഡിറ്റീരിയറേഷൻ ഇല്ലാതെ അതിൻ്റെ ഡിസീസിൻ്റെ പ്രോഗ്രസ് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു ഡോക്ടർ ശൈല. ഓക്കെ ജോസഫ് സാർ, ഒത്തിരി ഇൻഫർമേഷൻസ് ആണ് ഇതിന് ഈ ഡിസീസിനെ കുറിച്ചും പിന്നെ നമ്മുടെ അതിന്റെ ഒരു മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ വിശദമായി തന്നെ സാറ് പറഞ്ഞു. 40% നമുക്ക് പൂർണ്ണമായിട്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നത്, എങ്കിൽ പോലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഹോമിയോപ്പതി മരുന്നുകൊണ്ട്. പിന്നെ അതിന് ഉപയോഗിക്കുന്ന കോമൺ ആയിട്ടുള്ള മെഡിസിനുകളും സാറ് വളരെ വിശദമായി തന്നെ പറഞ്ഞു. വളരെ സന്തോഷം.
ഇനി ഇതില് അമ്പാടിയമ്മ, ഞാൻ കുറുപ്പ് സാറിനെ വിളിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോഴും അമ്പാടിയമ്മ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അമ്പാടിയമ്മയെ ക്ഷണിക്കുക. കേൾക്കാമോ? കേൾക്കാം. അമ്പാടിയമ്മ സംസാരിച്ചു. ഡോക്ടർ ഐസക് കാണുന്നില്ലല്ലോ, പറഞ്ഞ പോലെ കാണുന്നില്ല. വീഡിയോ ഓൺ ആവുന്നില്ലേ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല മാഡം, പറഞ്ഞോളൂ. വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? വന്നല്ലോ. അങ്ങനെയെങ്കിലും വല്ലപ്പോഴും ഇങ്ങനെ കണ്ടൂടെ? ഓക്കെ, കാണാം. നൈറ്റിയിലാണ്, അതുകൊണ്ടാണ് കുഴപ്പമില്ല. കുറച്ച് ഭാഗം കാണിച്ചാൽ കഴുത്തിന് മേലോട്ട് കാണിച്ചാൽ മതി. കുറച്ച് ഭാഗം കാണിച്ചു. ഓക്കെ, പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ പാർക്കിൻസൺ ഡിസീസ് ഐസക് പറഞ്ഞ പോലെ സൈഡ് ഒരു വലിയ ഒരു ഇതാണ്. നമ്മൾ ഈ എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടായിരുന്നു പാർക്കിൻസൺ ഡിസീസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കൊടുത്തത് നക്സോമിക്കാണ്. നക്സോമിക്ക കൊടുക്കാൻ കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ പെട്ടെന്ന് പുള്ളിക്കാരൻ ദേഷ്യം വരും, എല്ലാം ചെയ്യണം, പിന്നെ ബിസിനസ് അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്നും കൂടാതെ ഭയങ്കര തണുപ്പാണ്. എന്നാൽ എ സി ഇട്ടിട്ട് കമ്പിളിട്ട് പുതയ്ക്കും. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ഈ സൈഡ് അഫക്റ്റഡ് ആയത് ലെഫ്റ്റ് സൈഡായിരുന്നു. അതുകൊണ്ട് ഞാൻ കൊടുത്തത് ഹെലോഡെർമയാണ്. അതിന് ഹെലോഡെർമയ്ക്ക് ഇങ്ങനെ കോർണസും ഉണ്ട്, ഈ ലെഫ്റ്റ് സൈഡ് ഇതുമുണ്ട്. അതുകൊണ്ട് ഹെലോഡെർമയ്ക്കാണ് അധികവും ഞാൻ കൊടുത്തത്. പിന്നെ കൊടുത്തേക്കുന്നത് ജിങ്കോ ബൈലോബ. ഒരു പിന്നെ കൂടുതൽ വിറയൊക്കെ വരുമ്പോൾ ജിങ്കോ ബൈലോബയും പാസിഫ്ലോറയും അവേനയും 3 ഇതും ടീച്ചറും ഞാൻ ബേസിക്കലി ഞാൻ പ്രദേശം പറയാണ്. 3 ടീച്ചറും കൂടി ഒരു സൗണ്ട് കുറച്ച് ക്ലിയർ കുറവുണ്ട്. ശബ്ദം കുറച്ചുകൂടെ കൂട്ടാമോ? ശബ്ദം കുറവാണ്. റേഞ്ച് പ്രശ്നമുണ്ട്. ഇപ്പൊ കേക്കാം. കേക്കാം. ഒത്തിരി റേഞ്ച് കുറവുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് ഒരു ക്ലിയർ കുറവ് വരുന്നുണ്ട്. ഇതില് അങ്ങനെ ജിങ്കോ ബൈലോബ ടീച്ചറും പാസിഫ്ലോറയും അവേനയും ഞാൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ചില സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷനാവും. അസുഖത്തിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് കൂടുതൽ ടെൻഷനാവും. ആ സമയത്ത് ഞാൻ ഈ ടിഞ്ചർ കൊടുക്കാറുണ്ട്. ടിഞ്ചർ കിടക്കാൻ നേരത്ത് ഇത് 3 കൂടി ഒരു 10 തുള്ളി വീതം കൊടുത്തു കഴിഞ്ഞാൽ, ബ്രഹ്മിയും കൂടി ചേർക്കാറുണ്ട്. ഇതും 10 തുള്ളി വീതം കൊടുത്ത് സുഖമായിട്ട് ഉറങ്ങും. പക്ഷെ പിറ്റേ ദിവസം പുള്ളിക്കാരൻ ഈ പാർക്കിൻസൺസ് കംപ്ലൈൻറ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഹെലോഡെർമയാണ് എനിക്ക് കൂടുതലും ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയേക്കണത് പുള്ളിക്കാരന് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഏജറ്റൊക്കെ ആണെങ്കിൽ അഗാരിക്കസും അംബ്രാഗിസിയൊക്കെ കൊടുക്കുമല്ലോ നമ്മൾ, അങ്ങനെയൊക്കെ ഉള്ളു. ഇതാണ് എനിക്ക് ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ഹെലോഡെർമ ടിഞ്ചറില്ല, അത് 30 or 200 ആണ് കൊടുക്കും. 30 പിന്നെ 200 കൊടുത്തു. ഹെലോഡെർമ 30, ജിങ്കോ ബൈലോബയും പിന്നെ ബ്രഹ്മിയും അവേനയും പാസിഫ്ലോറയും. ടെൻഷൻ കാണിക്കും പുള്ളിക്കാരൻ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കൊടുക്കാറുണ്ട്. ഇങ്ങനെ കൊടുത്തിട്ട് 10 തുള്ളി വീതം ഒരു 40 തുള്ളി കൊടുത്തു കഴിഞ്ഞാൽ, വളരെ ടെൻഷനായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇത് കൊടുത്തിട്ട് അന്നൊന്ന് ഉറങ്ങാൻ സമ്മതിക്കും. ഉറക്കും യഥാർത്ഥത്തിൽ. പക്ഷെ അതൊരു ഇൻഡ്യൂസ്ഡ് സ്ലീപ്പായിട്ട് പുള്ളിക്കാരന് തോന്നാറില്ല. നേരം വെച്ചാകുമ്പോൾ ഹീ ഗെറ്റ് എ ഫ്രഷ്, അൺറിഫ്രഷ്ഡ് സ്ലീപ്പ് ആവില്ല. അങ്ങനെ ഒരു ഇത് ഞാൻ ഈ ടീച്ചറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അഗാരിക്കസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ചില സമയത്ത്. പിന്നെ അംബ്രാഗിസ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നക്സോമിക്കയും ഹെലോഡെർമയാണ് മെയിനായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത്. പിന്നെ 5-ഫോസ് കൊടുക്കും, ക്ഷീണം ഇല്ലാതിരിക്കാനായിട്ട്. എന്തായാലും ഹീസ് നോ മോർ. 10 കൊല്ലം കഴിഞ്ഞു. ഓക്കെ അമ്പാടിയമ്മ, എന്തായാലും വളരെ സന്തോഷം. നക്സോമിക്ക ഇപ്പൊ 3 പേരും പറഞ്ഞു. അപ്പൊ നക്സോമിക്ക ഒരു നല്ല മെഡിസിൻ ആണെന്ന് തോന്നുന്നു. നക്സോമിക്ക എല്ലാവരുടെയും ചികിത്സയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അമ്പാടിയമ്മ പുതിയ 2 ടിഞ്ചറുകളൂടെ, ഉറങ്ങിയാൽ കുറച്ച് കുറയും എന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് ശ്രീധരക്കുറുപ്പ് സാറിലേക്ക് പോകാം. ശ്രീധരക്കുറുപ്പ് സാറേ, ആ കാണാമോ കേൾക്കാമോ? കേൾക്കാം കാണാം. ഇവരൊക്കെ പറഞ്ഞതൊക്കെ തന്നെ എനിക്കും കൂടുതൽ പറയാനുള്ളത്. പക്ഷെ അവര് പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് ഇപ്പം ഇത് സാധാരണ പ്രായം ചെന്നവർക്ക്, അതായത് ഒരു 50-60 വയസ്സ് മേലെയുള്ളവർക്കാണ് കൂടുതൽ കണ്ടുവരാറ്. അത് അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നും പറയുന്നില്ല. എങ്കിലും റെഡ്യൂസ്ഡ് ഡോപ്പാമിൻ പറയുന്നുണ്ട്. ഡോപ്പാമിന്റെ കുറവ്, പിന്നെ അസൈറ്റോഫ്ലോർ എക്സസും ഗാബായും കൂടുതലും ഉള്ളത്, പിന്നെ ആർട്ടീരിയോ ക്ലിറോട്ടിക്, അതുകൊണ്ട് എവിഡൻസ് ഡിസീസ് ഡ്യൂ ടു ദി റിഡക്ഷൻ ഇൻ സെറിബ്രൽ ബ്ലഡ് ഫ്ലോയുടെ കുറവ് കൊണ്ടൊക്കെയാണ് പറയുന്നത്. പിന്നെ സിംറ്റംസ് ഒക്കെ ഇവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് സയൻസ്, പോസ്റ്റർ, ഗേറ്റ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലോട്ടൊന്നും കൂടുതൽ പോകുന്നില്ല. എല്ലാവർക്കും വേണ്ടിയത് മെഡിസിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേയൊക്കെ രണ്ടുപേരും പറഞ്ഞു, 2-3 പേരും പറഞ്ഞു. അപ്പം അന്നേരം അത് പറഞ്ഞു. അതൊക്കെ ഞാനും അതൊക്കെ തന്നെ കൊടുക്കുന്ന കൂട്ടത്തിലാണ്. ഞാനൊരു കുറഞ്ഞതൊരു 75-നും ഈ 51 വർഷം കൊണ്ട് ഒരു കുറഞ്ഞത് 75-നും 100-നും ഇടയ്ക്ക് പാർക്കിൻസൺ ഡിസീസ് ഒരു 4-5 കേസ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതേവരെ തീർത്ത് കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഒരു 70-90% സിംറ്റമാറ്റിക് റിലീഫ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ സത്യം പറയുന്നത്, നുണ പറയല്ല. കാരണം എനിക്ക് ട്രെയിനിങ് വന്നപ്പോൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. CCRHന്റെ ട്രെയിനിങ് ഓംബിലി എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും നുണ പറയാം. അതുകൊണ്ട് നുണ പറയല. സ്പീച്ചിലുണ്ടാകുന്ന വ്യത്യാസം, പിന്നെ ട്രമർ, അങ്ങനെ പല സിംറ്റംസും കാണും. റിജിഡിറ്റി, ഹാൻഡ് റൈറ്റിങ്ങിലുണ്ടാകുന്ന വ്യത്യാസം, അത് പല സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ യൂണിലാറ്ററൽ ഇൻവോൾവ്മെന്റ്, മിനിമൽ ഓർ ഫങ്ഷണൽ ഇമ്പയർമെന്റ്. സെക്കൻഡ് സ്റ്റേജ് ബൈലാറ്ററൽ ആൻഡ് ഇൻവോൾവ്മെന്റ്, നോ ഇമ്പയർമെന്റ് ഓഫ് ബാലൻസ്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റഡിനെസ്, ഫങ്ഷണലി റെസ്ട്രിക്റ്റഡ് ബട്ട് ഫിസിക്കലി കേപ്പബിൾ ഓഫ് ലീഡിങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ലൈഫ്, ഡിസബിലിറ്റി മൈൽഡ് ടു മോഡറേറ്റ്. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ fully developed disease, severely disabled, able to walk and stand but markedly incapable. Stage 5th, confined to bed. ഇത്രയാണ് ഈ 4th സ്റ്റേജ്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിലും സെക്കൻഡ് സ്റ്റേജിലും നമുക്ക് കിട്ടിയാൽ, സാധാരണ ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പോയി ആദ്യം ന്യൂറോളജിസ്റ്റിനെ കണ്ടു. ഇച്ചിരി സംശയം ചോദിക്കുമ്പോൾ ജനറൽ പ്രാക്ടീഷണർ ന്യൂറോളജിസ്റ്റിന് റെഫർ ചെയ്യും. അത് കഴിഞ്ഞ് ആയുർവേദമൊക്കെ കഴിഞ്ഞ് ഒരു 3-4-5 വർഷമൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഒരു 3rd 4th സ്റ്റേജൊക്കെ ആകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. കാരണം എല്ലാവർക്കും അറിയത്തില്ല, ഹോമിയോപ്പതിയിൽ ഇതിന് എല്ലാവർക്കും അത്ര ചെയ്യാൻ പറ്റും. ലൈഫ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്, സഫറിങ്സ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. സാധാരണ ഈ സിവിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേനും ഒരു മരുന്ന് കൊടുത്തില്ലെങ്കിൽ 3-4 അല്ല മാക്സിമം 5 വർഷത്തിനകം മരിക്കും. പക്ഷേ നമ്മുടെ മെഡിസിൻ കൊടുത്താൽ 10 തൊട്ട് 15 വർഷം കൂടെ എക്സ്റ്റെൻഡ് കിട്ടുന്നതായിരിക്കും. സഫറിങ്സ് റെഡ്യൂസ് ചെയ്യാം, അതിൻ്റെ ആളുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാം. അത് 3-4-5 കേസുകൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഒരു 4 വർഷം മുമ്പ് മരിച്ചുപോയ ആളാണ്. അയാൾക്കൊരു 3-4 വർഷം ട്രീറ്റ് ചെയ്തു. പക്ഷെ അയാൾക്ക് കുറച്ച് ഹോമിയോപ്പതിയൊക്കെ ബുക്ക് ചെയ്ത് നോക്കി അറിയാം. അത് ലൈക്കോപോഡിയ, റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങിയത്, ലെഫ്റ്റ് സൈഡിലോട്ട്. പിന്നെ ഫ്ലാറ്റ്ലൻസ്, പിന്നെ ഓൾഡ് ഏജ്, വർഗറ്റ്ഫുൾനെസ്, ഇങ്ങനെയൊക്കെ ലൈക്കോപോഡിയത്തിൻ്റെ എല്ലാ അഗ്രവേഷൻ ഇൻ ഈവനിങ് ഇതെല്ലാം വെച്ചിട്ട് ലൈക്കോപോഡിയം കൊടുത്തപ്പോൾ വളരെ ഇമ്പ്രൂവ്മെൻറ്റ്. പക്ഷേ അയാൾക്ക് ഈ പുസ്തകം നോക്കി കുറേയൊക്കെ അറിയാം. അയാൾ തന്നെ വേറെ എല്ലാം കുറെ കഴിഞ്ഞപ്പോൾ കഴിച്ചപ്പോൾ പിന്നെ അത് കൂടി 1 വർഷത്തിനകം പിന്നെ അങ്ങ് മരിച്ചുപോയി. പിന്നെ വേറൊരു കേസ് ഞാൻ സൾഫറാണ് കൊടുത്തത്. കാരണം എന്നാണെന്ന് വെച്ചാൽ അയാൾക്ക് ലൂക്കോഡർമ ഉണ്ടായിരുന്നു. പക്ഷെ ലൂക്കോഡർമ കുറഞ്ഞു. അതൊരു 10 വർഷം ജീവിച്ചിരുന്നു. ഒരു 3-4 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. 85-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. എനിക്ക് 75-ാമത്തെ വയസ്സിലാണ് കിട്ടിയത്. പക്ഷേ ഞാൻ നാട്ടിൽ പോയി ഒരു 2 മാസം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പുള്ളിക്ക് മരുന്നൊക്കെ നിർത്തി, എന്തോ ഒരു
ഓർമ്മക്കുറവൊക്കെ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഡെത്തായി. പിന്നെ അങ്ങനെ ഉണ്ട്. ഇപ്പോൾ ഒരു കേസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ച് പറയും. അത് ഞാൻ കൂടുതലും ജലസീമ്യത്തിലാണ്. മിക്ക കേസുകളിലും എനിക്ക് അക്യൂട്ട് കണ്ടീഷനിൽ ജലസീമിയം, മാൽപോസ്, പിന്നെ അമൈനാസദേവ മദർ ടിഞ്ചർ കൊണ്ട് നല്ല കിട്ടും. ഒരു കാം ആൻഡ് ക്വയറ്റ് ഇത് കിട്ടും. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ബട്ടൺസ് ഇടാൻ പറ്റിയില്ല, ഡ്രസ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളാണ് പല കാര്യങ്ങളിലും ഡെയിലി ലൈഫിൽ. അത് 3rd 4th 5th സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ, 5th സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈഫ് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ, സഫറിങ്സ് റെഡ്യൂസ് ചെയ്യാൻ, തിരിച്ചു വരാൻ പറ്റിയില്ല. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിലും 2nd സ്റ്റേജിലും നമ്മുടെ കൈ കിട്ടിയാൽ ആർക്കൊരു 15-20 വർഷം കൂടെ ജീവിക്കാം. പിന്നെ കൂടാതൊക്കെ ഇങ്ങനെ ഇരിക്കും. അതാണ് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരാളുണ്ട്, ഒരു അഡ്വക്കേറ്റ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം ഇങ്ങനെയുള്ളവർ ആൾക്കാരുമായിട്ട് വലിയ മിങ്കിളൊന്നുമില്ല, ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും. അയാളായി, അയാളുടെ കാര്യമായി, അയാളെ തന്നെ ഒരു സന്തോഷമോ ഒരു കമ്പനിയോ ഒരാൾക്കാരുമായിട്ടൊരു മിങ്കിളോ ചെയ്യാത്തില്ല. എൻ്റെ ഈ പറഞ്ഞ എല്ലാ കേസുകളിലും ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ. അപ്പം അന്നേരം ഈ ആൾ ഒരു അഡ്വക്കേറ്റാണ്. അയാൾക്കിപ്പം ഒരു 7-8 വർഷമായി. ആദ്യം അയാൾ അലോപ്പതി ചെയ്തു, കുറവില്ലായിരുന്നപ്പോൾ ഹോമിയോപ്പതിയിലോട്ട് വന്നു. ഇച്ചിരി കുറവ് കണ്ട് എങ്കിലും വേറെ ആരാണ്ട് പറഞ്ഞു ഈ ആയുർവേദത്തിൽ പോയാൽ ഞുള്ളിയെടുക്കുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ടു. അവിടെ നിന്നപ്പോൾ കുറച്ചുകൂടെ കൂടിയല്ലാണ്ട് ഒട്ടും കുറഞ്ഞില്ല. പിന്നെയും വീണ്ടും അലോപ്പതി പോയി. പിന്നെ ഇപ്പം ഹോമിയോപ്പതി കഴിക്കുന്നുണ്ട്, നല്ല കുറവുണ്ട്. പക്ഷേ പുള്ളി ഇന്നും രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട്. ഡെയിലി ലൈഫെല്ലാം ഇപ്പം ശരിയായിട്ട് പോകുന്നുണ്ട്. ഒരു 75 വയസ്സുണ്ട്. പുള്ളി ഇപ്പം 5-6 വർഷമായി ട്രീറ്റ്മെൻറ്റ് പലത് ചെയ്ത് നോക്കി. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പറയുമെന്ന് പറഞ്ഞാൽ അത് ചെയ്ത് നോക്കി. ഇപ്പോൾ ഹോമിയോപ്പതി മരുന്ന് കൊണ്ട് നല്ല കുറവുണ്ട്. അത് വളരെ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പം ഞാൻ സാധാരണ കൊടുക്കാറുള്ള മെഡിസിൻ, പിന്നെ ഇതിൻ്റെ ഡയഗ്നോസിസ് ക്ലിനിക്കൽ ഫൈൻഡിങ്സ് ആണ്. CT സ്കാൻ ബ്രെയിൻ ചെയ്യാം, പിന്നെ എക്സ്ക്ലൂഡ് ചെയ്യാം. അങ്ങനെ പ്രോഗ്രസ് ആണ്, പുവർ പ്രോഗ്നോസിസ് ആണ്. സാധാരണ 5-10 വർഷം വരെയാണ്. പക്ഷെ നമ്മുടെ മരുന്ന് കഴിച്ചാൽ 15-20 വർഷം വരെയൊക്കെ നീട്ടി കിട്ടുന്നതായിരിക്കും. സ്ലോ പ്രോഗ്രസ് ആണ്. ലൈഫ് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു 50 വയസ്സിന് മുമ്പേ തുടങ്ങിയെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്കോപ്പ് കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ മെഡിസിന് ജനറൽ മാനേജ്മെൻറ്റ്, റീഅഷുറൻസ്, അവരോട് പോസിറ്റീവ് തോട്ട്സ് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ടിരിക്കുക. പോസിറ്റീവ് തോട്ട്സ് കുറേയും പേടിപ്പിക്കാതിരിക്കുക. ഇത് ഒരിക്കലും കുറേയില്ലാത്ത രോഗമാണെന്ന് അവരോട് പറയരുത്. വേണമെങ്കിൽ അവരുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അടുത്തുള്ള റിലേറ്റീവിനോട് പറയാം. പിന്നെ ഏതെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിർത്താതെ ചെയ്യാൻ പറയാം. പിന്നെ എന്നും രാവിലെയും വൈകിട്ടും നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വീഴുവെന്നില്ലാത്ത നിരപ്പായ സ്ഥലത്തൂടെ നടക്കുക. ഒറ്റയ്ക്ക് പോകാതിരിക്കുന്ന നല്ലത്. വേറെ ആരെങ്കിലും കമ്പനി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ സാധാരണ ജനറൽ ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്യുക. പിന്നെ മസാജ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഹോട്ട് ഫൊമെൻറ്റേഷൻ നല്ല ഇത് ചെയ്യും, ആവി പിടിക്കുക, പിന്നെ മസാജ് ചെയ്യുക. പിന്നെ ഹിപ്നോതെറാപ്പി ഇതിന് കുറേയൊക്കെ റിലീഫ് കിട്ടും. റിജിഡിറ്റി വരാതിരിക്കാൻ ആക്റ്റീവ് ആൻഡ് പാസീവ് എക്സസൈസ് നല്ലതാണ്. കഴിയുന്നതും തണുത്തതൊക്കെ അവോയ്ഡ് ചെയ്യുക. തണുത്ത സാഹചര്യങ്ങൾ, എക്സസീവ് എക്സർഷൻ, മെൻ്റൽ സ്ട്രെസ്, അങ്ങനെയുള്ള ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ ലെവലിലുള്ളതൊക്കെ സ്ട്രെസ്സുകൾ കഴിയുന്നതും കഴിയുന്നതും അവോയ്ഡ് ചെയ്യുക. പിന്നെ കഴിയുന്നതും ഇൻഫെക്ഷൻ, വലിയ രോഗങ്ങളുള്ള ഇൻഫെക്ഷൻ ആകുന്ന രോഗികളുടെ അടുത്ത് പോകാതിരിക്കുക. പിന്നെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. ബെഡ് റിഡൻ ആണെങ്കിൽ നല്ല നേഴ്സിംഗ് കെയർ കൊടുക്കുക. നല്ല ഹൈജീനിക്കായിട്ട് എപ്പോഴും കൊടുക്കുക. അതായത് കിടപ്പ് രോഗിയാണെങ്കിൽ ഈട്ടത്തിലും മൂത്രത്തിലും ഒന്നും കിടക്കാതെ നോക്കുക. അഡിക്വേറ്റ് ബ്ലാഡർ ആൻഡ് ബവൽ കെയർ, മലമൂത്ര വിസർജനങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് ശരിയാകുന്നുണ്ട്. ഇതാണ്. ഇനി ഹോമിയോപ്പതി മരുന്നിലോട്ട് വെക്കാം. പിന്നെ ഇപ്പം തന്നെ സമയം
സമയമുണ്ടോ? വേറെ ആരാണ്ടൊക്കെ കാണുമല്ലോ, നമ്മൾ തന്നെയല്ലോ. അല്ല, മെഡിസിൻസും കൂടെ സാറ് എളുപ്പം അങ്ങ് പറഞ്ഞാൽ മതി, ആ സാർ ഉപയോഗിക്കുന്നു. അപ്പം ഇത് പാർക്കിൻസൺസ് എന്ന് പറയുന്ന ആളാണ് ഇത് ആദ്യം ഐഡന്റിഫൈ ചെയ്തത്. അത് ഐഡന്റിഫൈ ചെയ്തത് 1817 അതായത് നമ്മുടെ ഹോമിയോപ്പതി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ രോഗമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 1817, നമ്മൾ 1796 അന്ന് മുതലാണ്. അതിപ്പോൾ 228 വർഷമായി ഇത് കണ്ടുപിടിച്ചിട്ട്. അതിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പരാലിസ് സജിറ്റൻസും ഷെയ്ക്കിംഗ് പാർസി എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ബോഡി മൂവ്മെന്റ്, മസ്കുലാർ റിജിഡിറ്റി ഉണ്ട്, ട്രെമേഴ്സ് ഉണ്ട്, പോസ്റ്റർ ഡിസബിലിറ്റീസ്, ഡിസ്റ്റർബൻസസ് കാണാറുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. പിന്നെ മെഡിസിൻ ഞാൻ കണ്ട വേറൊരു പ്രധാനപ്പെട്ട മരുന്ന് കാമ്പറാണ്. ആങ്ഷ്യസ് ആണ്, ഫിയർഫുള്ളാണ്, ഡ്രസ്സൊന്നും ധരിക്കാൻ വേണ്ടി ഇഷ്ടമില്ല, മസ്കുലാർ ക്രാംസ് വരും, ഭയങ്കര വീക്ക്നെസ് ആണ്. ആൻഡ് അത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു. പിന്നെ രണ്ടാമത്തെ കനാബിസ് ഇൻഡിക്ക. ഇത് പറയാത്താണ്, പറയുന്നത് ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ളവർ പറഞ്ഞത്. കനാബിസ് ഇൻഡിക്ക ഇതും വളരെ നല്ലൊരു മരുന്നാണ് പാർക്കിൻ. അത് ഒരു ലൈറ്റനിങ്, ഇതിന് പെയിനുകളുണ്ട്. ചിലർക്ക് പെയിൻ കാണുകയില്ല, പക്ഷെ ഇതിന് വളരെയധികം പെയിനുണ്ട്. പിന്നെ സ്കൂട്ടറിലെ കയറിയ അതൊരു വലിയ മരുന്നാണ്. അത് നല്ലൊരു മെഡിസിനാണ്. പിന്നൊരെണ്ണം സിങ്കമ്മറ്റാണ്, വെരി ഗുഡ് റെമഡിയാണ്. അത് ആരാണ്ട് ഇവിടെ പറഞ്ഞെന്ന് തോന്നുന്നു, ഓസർസ് അത് പറഞ്ഞതാണ്. പ്ലംബമെറ്റ് മസ്കുലാർ അട്രോഫി, എമാസിയേഷൻ ഉണ്ടാകും. പിന്നുള്ളത് സിങ്കമ്മറ്റാണ്. അത് കൂടുതലും ലിക്വർ കഴിച്ചു കഴിയുമ്പോഴാണ് അത് കൂടുതൽ കാണുന്നത്. ഒരു ശകലം പോലും കഴിക്കാൻ പറ്റും. ശകലം ഒരു പെഗ് കഴിച്ചാൽ പോലും അത് കൂടും. റെസ്റ്റോക്സ് എല്ലാവരും പറഞ്ഞതാണ്. പിന്നെ വേറൊരു ബയോസ്റ്റിഗ്മ, വിറയലും കൈകാലുകൾക്ക് വിറയൽ പെട്ടെന്നുണ്ടാകുക, നടക്കുമ്പോൾ കൂടും. പാൽപിറ്റേഷൻ, ഫിൽട്ടർ പാൽപിറ്റേഷൻ ശരീരം മുഴുവൻ കാണും. അതാണ് ബയോസ്റ്റിഗ്മയുടെ സിംറ്റം. പിന്നെ ഒരെണ്ണം അംബ്രാഗ്രേഷ്യ, മരവിപ്പോട് കൂടി വരുന്നതാണ്. അതിരാവിലെ ഈ മൂവ്മെന്റ്സിൽ കൂടും. തണുത്ത് മരവിച്ചിരിക്കുന്ന കൈ കാണും. നഖങ്ങൾ പൊട്ടിയും ചുളുങ്ങിയിരിക്കും. പിന്നെ എന്ന് പറയുന്ന ഒരു വിറയലിന്റെ ബോധക്ഷയവും മരപ്പ്, കൈകാലിന് മരപ്പ് അനുഭവപ്പെടും. പിന്നെ എമോഷൻസോട് കൂടി വയലന്റ് ആയിട്ടുള്ള വിറയൽ വന്നു കഴിഞ്ഞാൽ സിങ്കം ഒരു നല്ല മണ്ണ്, സിങ്കം മെറ്റ് നല്ലൊരു മെഡിസിനാണ്. അഗാരിക്കസ് നല്ലൊരു മെഡിസിനാണ്. അത് കുടിയന്മാർക്ക് കൂടിയൊരു, കുടിയന്മാരിൻ്റെ ഇത് തുടങ്ങുന്നവർക്ക് കൂടിയൊരു പ്രയോജനമാണ് അഗാരിക്കസ്. ആഴ്സനൈക് ആൽബ്, റെസ്റ്റ്ലെസ്നെസ്സും ഫിയറും, പിന്നെ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് വാട്ടർ അതിന് സ്മോളർ ഇൻ്റർവെൽസ്, അതറിയാവുന്ന എല്ലാവർക്കും. പിന്നെ സൂയിസൈഡൽ ടെൻഡൻസി, ഫിയർ ഓഫ് ഡെത്ത്, ഇതെല്ലാം കാണും. പോസ്റ്റിക്കം അതൊരു മെഡിസിൻ, അത് ഇവിടെ ആരാണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഒണയമ്മേക്ക് ഓൾഡ് ഏജിൽ വരാവുന്ന ഡിപ്രഷൻ, ടിമിഡിറ്റി, ആൾക്കാരുമായിട്ടോ കൂടാൻ വിഷമം, ഒറ്റയ്ക്ക് ഇരിക്കാൻ വിഷമം, ആൾക്കാരുമായിട്ട് കൂടാൻ വിഷമം, ആരെങ്കിലും ഒക്കെ അടുത്ത് വേണം, പക്ഷേ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. തലകറക്കം, എഴുന്നേറ്റ് കഴിയുമ്പം തലകറക്കം കാണും. പിന്നെ മങ്കാനോ അസറ്റേറ്റ്, ഇതൊരു പ്രധാനപ്പെട്ട മെഡിസിനാണ്. മിക്കവാറും ഡയബറ്റീസ് പേഷ്യൻറ്റോട് കൂടി ഇതുണ്ടെങ്കിൽ, ഡെർമറ്റൈറ്റിസ് കൂടെ ഉണ്ടെങ്കിൽ അതാണ്. പിന്നെ മെർസോൾ ഇവിടെ ആരോ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെഡിസിൻസ്.
ഓക്കെ സാറേ, ആ, കഴിഞ്ഞോ? ജൻസി ആണ് ഞാൻ പറഞ്ഞ മാൽക്കോസും മാറി മാറി അതിൻ്റെ കൂട്ടത്തിൽ അവൈന സദൈവ മദർ ടീച്ചറോട് കൊടുക്കാറുണ്ട്. ആർജനൈട്രിക്കം എല്ലാവർക്കും അറിയാം അതിൻ്റെ ഒക്കെ സിംറ്റം. പിന്നെ ഡെസയറിസ് അതൊരു നല്ലൊരു മെഡിസിനാണ്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാൻ. ഇനി വേറെ ഉള്ളവർ പറയട്ടെ. ഇത് അവസാനം പറഞ്ഞ ഏതായിരുന്നു? ഡെസൈറിസ് ആ, ലാത്തൈറസ്. ഓക്കെ സാറേ, അപ്പോ വളരെ സന്തോഷം സാർ. ഒത്തിരി മരുന്നുകളാണ് പറഞ്ഞത്. സാറിന് ഒരുപാട് എന്താണ് പാർക്കിൻസൺസ് ഡിസീസ് ചികിത്സിച്ച അനുഭവമുണ്ട്. പക്ഷേ ഒന്നുപോലും തീർത്തും മാറിയതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. അത് ഞാൻ അതിന്റെ പ്രൊഗ്നോസിസ് അങ്ങനെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോ സാറിന് എന്തായാലും ഒരു പരിധി വരെ അത് കൺട്രോൾ ചെയ്യാൻ അവര് ആയുസിനെ കൂട്ടി കൊടുക്കാൻ എന്താണ് ഒരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനും പറ്റിയല്ലോ കുറച്ചുകൂടെ നല്ല രീതിയിൽ. അത് തീർച്ചയായിട്ടും പറ്റും. ഇപ്പൊ തന്നെ ഒരു 3-4 പേഷ്യന്റ് ജീവിച്ചിരിപ്പുണ്ട്. 5, 6, 7, 8 വർഷമായിട്ട്. അത് തന്നെ ഒരു വലിയ അങ്ങനെ ലൈഫ് ക്യാൻ ബി എക്സ്റ്റെൻഡ്, സഫറിംഗ് ക്യാൻ ബി റിഡ്യൂസ്ഡ്. ഓക്കെ, അത് സാറിന്റെയും ഹോമിയോപ്പതിയുടെയും വിജയമായി നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇനി അടുത്തത് ആർക്കെങ്കിലും അനിൽകുമാർ ഡോക്ടർക്ക് സംസാരിക്കാം. ഓക്കെ. അപ്പൊ എല്ലാരും ഏതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അതില് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ, ഒന്ന് ഇതിന്റെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ അലുമിനിയം പാത്രങ്ങളിൽ പാചകം ചെയ്ത് കഴിച്ചാൽ പാർക്കിൻസൺ വരുമെന്നൊരു തിയറി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ ഏതോ ബുക്കൊക്കെ വായിച്ചു വന്നപ്പോൾ കിട്ടിയ മെഡിസിൻ നമ്മുടെ അലുമിനിയം തന്നെയാണ്. അതുപോലെ വേറൊരു റെയർ മെഡിസിൻ ഉണ്ട്, ലോലിയം ടെമുലൻഡം. ആരും പറഞ്ഞില്ല. ലോലിയം ടെമുലൻഡം ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു മെഡിസിനാണ്. ലോലിയം ടെമുലൻഡം. ലോലിയം ടെമുലൻഡം അത് 630-200 ഒക്കെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ബയോ കോമ്പിനേഷൻ നമ്പർ 28, അതൊരു നെർവ് ടോണിക് ആണ്. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമ്പം റിസൾട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ കുറെ ഇപ്പൊ ഒരു 5 പേര് ട്രീറ്റ്മെന്റിലുണ്ട്. അതിൽ നേരത്തെ കിട്ടിയ അലോപ്പതി ഡോക്ടർ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു. അതിന് വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ശ്രീചിത്രയിലെ ഡയറക്ടറുടെ ചിറ്റപ്പനാണ്. ആളുടെ പേര് അതും ഞാൻ പറയുന്നില്ല. അദ്ദേഹം പിന്നെ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് എന്നെ കാണാൻ വരുമായിരുന്നു. അദ്ദേഹത്തിന് മറ്റേ സിൻഡോപ്പയിലൊന്നും വിശ്വാസമില്ല. 89 വയസ്സ് വരെ പോയി. ഒരു ദിവസം ഒരു ഡെങ്കി പനി അടിച്ചിട്ട് കോസ്മോയിൽ പോയിട്ട് ആള് മരിച്ചുപോയി. 89-ാം വയസ്സിലാണ് മരിച്ചുപോയത്. പിന്നെ പക്ഷെ അദ്ദേഹം പിന്നെന്താ പറയുക, മറ്റേ ഈ സിൻഡോപ്പയുടെ എഫക്റ്റ് ഞാൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. സിൻഡോപ്പ എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യന്റ് പോയി കഴിഞ്ഞാൽ ആദ്യം സിൻഡോപ്പ കൊടുക്കുമ്പോൾ പേഷ്യന്റിന് പെട്ടെന്ന് ഭയങ്കര മൂവ്മെന്റ് ഉണ്ടാവും. അപ്പൊ പേഷ്യന്റ് വിചാരിക്കും ഇതാണ് ഏറ്റവും വലിയ മരുന്ന്. ഉടനെ ഒരു 6 മാസം കഴിയുമ്പോൾ സിൻഡോപ്പ 1 എന്നുള്ള 2 ആക്കും. ആദ്യം 1 കഴിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് സ്പീഡ് കുറയും, അപ്പോഴേ 2 ആക്കും. അതും ഒരു 3-4 മാസം പോകുമ്പോൾ വീണ്ടും 3 ആക്കും. അങ്ങനെ കൂട്ടി 7 ആക്കുന്ന പേഷ്യന്റ് വരെ കണ്ടിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കും ഒരുമാതിരി വൈബ്രേഷൻ കൂടി ആളങ്ങ് ചുമന്ന കളറായി ഒട്ടും മൂവ്മെന്റ് ഇല്ല ഇതായിട്ട് ഒരു സുപ്രഭാതത്തിൽ മരിച്ചു. അപ്പൊ ആക്ച്വലി ഈ സിൻഡോപ്പം ആണ് അവരുടെ ഏറ്റവും വലിയ മെഡിസിൻ. അപ്പൊ അത് നിർത്താൻ പറ്റത്തില്ല, അതായത് അഡിക്റ്റ് ആയി പോകും. അപ്പൊ ഇത് നേരത്തെ എല്ലാരും പറഞ്ഞ പോലെ തന്നെ നേരത്തെ തന്നെ ആദ്യമേ കിട്ടുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. മിക്ക കേസിലും ഇവർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ സിൻഡോപ്പയാണ്. പിന്നെ നമ്മുടെ മെഡിസിൻസ് കൊണ്ട് തുടക്കത്തിലേ കിട്ടുകയാണെങ്കിൽ ഒരു പരിധി വരെ, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 95% വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ലൈഫ് എക്സ്പെക്ടൻസി 10, 15, 20 കൊല്ലം കിട്ടും. അതാണ് എൻ്റെ ഒരു അനുഭവം. അത് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് സംസാരിക്കുക. താങ്ക് യു വെരി മച്ച്. ഓക്കെ അനിൽകുമാർ ഡോക്ടറെ, വളരെ സന്തോഷം. അപ്പൊ പുതിയ 2-3 മരുന്നും കൂടെ കിട്ടി. ഡോക്ടറുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, വളരെ സന്തോഷം. ഇനി നമ്മുടെ ഹരിഹരൻ സാർ ഉണ്ടല്ലോ. ഹരിഹരൻ സാറിന് എന്താണ് പാർക്കിൻസൺസ് ഡിസീസിനെ കുറിച്ച് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം ഹരിഹരൻ ഡോക്ടർ.
ഓക്കെ. എനിക്ക് പറയാനുള്ള തികച്ചും പൂർണ്ണമായും ജോസ് ഐസക് സാർ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പ്. ഇതിനൊരു പ്രത്യേക സ്പെസിഫിക് മെഡിസിൻ പറയാനില്ല. ആക്ച്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ് ഇതിന് ഏറ്റവും നല്ലത്. അതിൽ അങ്ങനെയാണ് ഞാൻ ചികിത്സിക്കുന്നതും. അതിനകത്ത് അർജന്റൈട്രികം വരും, ലാക്ടോസിസ് വരും, നാക്സോമിക്ക വരും, അങ്ങനെയുള്ള കോസ്റ്റിക്കം വരാം. അങ്ങനെയുള്ള മെഡിസിൻസാണ് ഞാൻ കൂടുതലും ചികിത്സിക്കുന്നത്. ഈ പറഞ്ഞ കണക്ക് ഒരു 100% ഭേദമായ പേഷ്യൻസ് എനിക്കില്ല. എനിക്ക് ഇതിനു മുമ്പും ഇല്ല, ഇപ്പോഴും എനിക്ക് ആ സിംറ്റംസ് റിലീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവരാരും പറയാത്തൊരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പാർക്കിൻസൺസ് ഡിസീസ് ഉള്ള പേഷ്യന്റിനെ കിട്ടുകയാണെങ്കിൽ നമ്മുടെ അമരയില്ലേ, കേട്ടിട്ടുണ്ടോ? അമരപ്പയർ, അതായത് നമ്മുടെ ഈ വെജിറ്റബിൾ കടയിലൊക്കെ കിട്ടും. അല്ല, ഈ വാരി ചുമ്മാ ഇടുന്നത്, പച്ചക്കറി മേടിക്കുമ്പോൾ വെറുതെ അഡീഷണൽ ആയിട്ട് കുറച്ച് വാരി ഇടുന്നത്. അത് തന്നെ സാധനം. അതിന് ലേശം കയ്പുണ്ട്. അത് നമ്മള് തോരൻ വെച്ച് ഈ പേഷ്യന്റ് ഇഷ്ടം പോലെ കൊടുക്കണം. അതുപോലെ തന്നെ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അമരക്കയാണോ അമരപ്പയർ? ഏതാണ്? അമരപ്പയറല്ലേ? നമുക്ക് അമരപ്പയർ നമ്മുടെ വെജിറ്റബിൾ കടയിലൊക്കെ കിട്ടത്തില്ലേ? സാമ്പാറിലിടുന്ന അമരക്ക. കൊത്തമരക്ക എന്ന് പറയും. അത് നമ്മൾ തോരൻ വെച്ചാലും വീട്ടിൽ തോരൻ വെച്ചാൽ ഞാനത് വാങ്ങിച്ചാൽ ലേശം കയ്പുണ്ട്. അതിനകത്ത് തേങ്ങായൊക്കെ ഇട്ട് നമുക്ക് തോരനായിട്ട് കഴിക്കാം. പക്ഷെ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിട്ട് തിളപ്പിക്കണം. ഈ അമരപ്പയറിട്ട് തിളപ്പിച്ചിട്ട് പേഷ്യന്റിന് കൊടുക്കണം. അത് എന്റെയൊക്കെ പറഞ്ഞു തന്ന ഒരു അലോപ്പതി ഡോക്ടർ കൂടാണ്. ഈ അമര പയറിനകത്ത് അതിന്ന് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ആ സാധനത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അതിനൊന്ന് നോക്കണമെന്ന് വിചാരിച്ചത്, അത് നോക്കിയില്ല. ആ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവര് അലോപ്പതി ഡോക്ടേഴ്സ് കൊടുക്കുന്നതിന്റെ മരുന്നിന്റെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതിന് പകരം ഇതിങ്ങനെ ചെയ്താൽ മതി എന്ന് അങ്ങേര് പറഞ്ഞു. അപ്പോൾ അത് നല്ല ഇഫക്റ്റീവായിട്ട് കിട്ടും. ഞാനത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല ഇഫക്റ്റാണ് അത്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഡിസീസ് വരാതിരിക്കാനും ഇത് നല്ലതാണ്. ഒരു ഇപ്പം അങ്ങനെ ഒരു ഹെറിഡിറ്ററി ആസ്പെക്ട് ഉണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അത് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഒരു റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് ഇപ്പം തന്നെ ഞാൻ ഒരിക്കൽ ചികിത്സിച്ച പേഷ്യൻറ്റിന് ഒരു ഇൻഡിഗ്നേഷനും മോർട്ടിഫിക്കേഷനും അത് വെച്ചുകൊണ്ട് ഞാൻ സ്റ്റാഫിസാക്രി കൊടുത്തു. അത് വണ്ടർഫുൾ ഇഫക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അതെനിക്ക് ഒരു 90% ഇതുകൊണ്ട് പറഞ്ഞു. ഒരു കുറ്റബോധം, ആ കുറ്റബോധം എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ആ കുറ്റബോധം അത് വെച്ചുകൊണ്ട് മാത്രം ഞാൻ ചികിത്സിച്ച് നല്ല ഇഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നക്സോമിക്ക എനിക്ക് നല്ല ഇഫക്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. നക്സോമിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് നോക്കിയിട്ട് നക്സോമിക്ക വെരി ഇഫക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയിരിക്കുന്ന മെഡിസിൻ അടുത്ത് ലാക്ടോസിസ് ആണ്. അത് ആദ്യം തുടങ്ങുന്നത് വെച്ചുകൊണ്ട് കിട്ടിയതാണ്. ലെഫ്റ്റ് ടു റൈറ്റ് ലാക്ടോസിസ് ആയിരുന്നു. അത് അയാള് ഹോട്ട് പേഷ്യൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ലൊക്കേഷ്യസ് ആയിരുന്നു. പിന്നെ സസ്പീഷ്യസ് ആണ്. ഇത്രയും കിട്ടിയാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. അത് ലാക്ടോസിസ്, അത് നല്ല ഇഫക്റ്റീവായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചില കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ നമുക്ക് ഉദയം കിട്ടുക. പിന്നെ ഏതെങ്കിലും റീസൺ നമ്മൾ ഇങ്ങനെ കേസ് എടുക്കുമ്പം നമുക്ക് അറിയാൻ പറ്റും ഇതിനെന്തെങ്കിലും കാരണമുണ്ടോ അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിജയിച്ചു. അത് വെച്ചുകൊണ്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാം. എയിൽമെന്റ്സ് ഡ്യൂ ടു എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റും. അത് കേസ് എടുക്കുന്നതിലാണ് ഇരിക്കുന്ന കാര്യം. ഓക്കെ, ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഹരിഹരൻ സാറേ, എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനിലും പോളിക്രസ്റ്റിലൊക്കെയാണ് ഹരിഹരൻ ഡോക്ടർ ചികിത്സിക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ അമരക്കയുടെ ടിപ്പ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വളരെ സന്തോഷം.
ഇനി ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ഡോക്ടർ ജുമൈലത്ത് ഹോസ്പിറ്റൽ സൂപ്രണ്ട് അങ്ങനെ കാണുന്നുണ്ട്. ഡോക്ടർ ജുമൈലത്ത് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഡോക്ടർ ജുമൈലത്ത് സംസാരിക്കുന്നുണ്ടോ? കുറച്ച് സമയമുള്ളൂ, 8 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലും സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇടാം. ആർക്കും ഒന്നും പറയാനില്ലേ? എനിക്ക് ഒന്ന് പറയാനുണ്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് എപ്പോഴും ഇതിൻ്റെ അകത്ത് പ്രധാനമാണ്. ഈ ഐഡിയലായിട്ട് ഒറ്റയ്ക്ക് കിട്ടുന്ന എന്നാണേലും അതുകൊണ്ട് സുഖമായിട്ട് ജീവിച്ച് ആൾക്കാരുമായിട്ടൊരു സഹവർത്തിത്വം ഇല്ലാത്തവരാണ് ഇത് കൂടുതൽ കണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു സ്റ്റഡിയാണ്, ഒരു 10-60 കേസ് വെച്ചിട്ട് സ്റ്റഡി ചെയ്ത് കണ്ട ആൾക്കാരുടെയാണ്. അതുകൊണ്ട് നമ്മൾ ആൾക്കാരോട് സംസാരിക്കുക, വീട്ടിലും നാട്ടിലും സൊസൈറ്റിയിലും ഒക്കെ സന്തോഷമായിട്ടിരിക്കുക, അന്നേരം ഡോപ്പാമിൻ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ കുറച്ചുകൂടെ ഈ പേഷ്യൻറ്റിന് കുറച്ചുകൂടെ പ്രിവെൻറ്റീവ് എഫക്റ്റ് വരും. അതല്ലാത്തവർക്കായി ഇത് കൂടുതൽ കാണുന്നത് ഒറ്റയ്ക്കിരുന്ന് ഞാൻ ചികിത്സിച്ചത് കൂടുതൽ ആൾക്കാരും ഒരു 75% ആൾക്കാരും ഒറ്റപ്പെടലാണ്. പ്രായമായി കഴിയുമ്പോൾ ഒറ്റപ്പെട്ടു പോകുമല്ലോ. ഒന്നീ ഭാര്യ മരിച്ചു പോകും, അല്ലെങ്കിൽ വേറെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും, പിന്നെ വേറുള്ളവരിൽ നിന്ന് അകന്ന് ജീവിക്കും. ഒരുമാതിരി മൊശടത്തര ജീവിതം ആകും. ഒരു സന്തോഷമൊന്നും ഇല്ലാതെ ഇങ്ങനെ വളരെ കാശ് കൊണ്ട് ഇതായിട്ട് വീട്ടിന് വെളിയിലോട്ട് പോകാതെ ഇങ്ങനെ ജീവിക്കും. കുറച്ച് സൊസൈറ്റി ആയിട്ട് മിങ്കിൾ ചെയ്യുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അന്നേരം നമുക്ക് ഡോപ്പാമിൻ ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക. ഇതൊക്കെ ആകുമ്പം ഒരു പരിധി വരെയൊക്കെ നമുക്ക്, അതുപോലെ ഡെയിലി വിചാരങ്ങളിൽ വ്യത്യാസങ്ങൾ വരുത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിനെ നിയന്ത്രിക്കാൻ പറ്റും. സാധാരണ നമ്മളിത് വന്നു കഴിഞ്ഞിട്ട് നമുക്കിത് വന്നല്ലോ എന്ന് ചിന്തിക്കാം. എന്നാലും ഞാൻ അടുത്ത കാലത്ത് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വക്കേറ്റ്, അങ്ങേര് എന്താണെന്ന് വെച്ചാൽ റിട്ടയർഡ് ആയി കഴിഞ്ഞ് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. ഒരു 55 വയസ്സിലെ റിട്ടയർമെന്റ് എടുത്തു. പിന്നെ ഇങ്ങനെ ഒരു പണിയില്ല. അതിന് ഞാൻ പറഞ്ഞു, കുറച്ച് ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്, അവരെ പരിചയപ്പെടുത്താം. അവരുടെ കൂടെയൊക്കെ ഈ ചില ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിലൊക്കെ പുള്ളി അതിലൊന്നും ചേർത്തില്ല. ഇങ്ങനെ ഒറ്റയ്ക്കിരുന്നിരുന്നു. പുള്ളിക്ക് നേരത്തെ തന്നെ ചെറിയ ഡയബറ്റീസും വേറെ കംപ്ലൈൻറ്റുകളും ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ ഇത് തുടങ്ങി. ഇപ്പം 5-8 വർഷമായി. പുള്ളി ഇങ്ങനെ ഓടി നടക്കുക ഓരോരുത്തർക്ക്. ഇവിടെ ചെന്നാൽ കുറയും, അവിടെ ചെന്നാൽ കുറയും. അങ്ങനെയുള്ള കുറേ പേരുകളെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നമ്മൾ പറയണ്ട മൊശടന്മാരും മലയാളത്തിൽ ഒറ്റവാക്കി പറഞ്ഞ മൊശട സ്വഭാവമുള്ളവരാണ് ഇതിൻ്റെ അകത്ത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പെരുമാറ്റവും ആൾക്കാരോടുള്ള ഇതുമൊക്കെ മാറ്റിയാൽ, അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ സന്തോഷവും സൗമ്യമായിട്ടൊക്കെ പെരുമാറിയാൽ ഒരുപാട് കോളേജിൽ ഇങ്ങനെയുള്ള കഴിയുന്നു. കുറുപ്പ് സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സൊസൈറ്റിയെ ഇഷ്ടമല്ലാത്തവര്, അവേർഷൻ ടു സൊസൈറ്റി, അങ്ങനെയുള്ളവരുണ്ട്. കാരണം പുറത്തോട്ട് പോകാൻ മടി, പിന്നെ ചടങ്ങുകളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ മടി, അങ്ങനെ അതിനൊന്നും പോകാതെ ഒറ്റപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പുറത്തോട്ട് ഉള്ള സഹവാസം കൂട്ടുക, കൂട്ടുകാരോടായാലും വീട്ടിലുള്ളവരോടായാലും കൂടുതലായിട്ട് വർത്തമാനം പറയുക, കുറച്ചൊരു ആർക്കും ദോഷമില്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് സന്തോഷിക്കാം, ചിരിക്കാം, തമാശകൾ പറഞ്ഞ് ചിരിക്കാം. ചിരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഡോപ്പാമിൻ കൂടുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി. പിന്നെ ഒരെണ്ണമുണ്ട്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഉണ്ട് ചില ഫാമിലി. എനിക്കറിയാം ഒരു ഫാമിലിയില് അമ്മയ്ക്കുണ്ട്, മക്കൾക്കെല്ലാം. അമ്മ നേരത്തെ മരിച്ചുപോയി ഇതുകൊണ്ട് തന്നെ. കഴിഞ്ഞുമ്പോൾ മക്കൾക്കെല്ലാം ഈ പാർക്കിൻസൺസ്. മക്കൾക്ക് ഇപ്പം
60, 70, 80 ഒക്കെ വയസ്സായി. ചിലർക്ക് തുടക്കം തുടങ്ങിയോ, ചിലർക്ക് അങ്ങേയറ്റം വരെയായി. അങ്ങനെ നമ്മൾ ഈ ഹെറിറ്ററി ഫാക്ടർ ഇതിൻ്റെ അകത്ത് ബുക്കിലൊന്നും എഴുതി കണ്ടിട്ടില്ല, പക്ഷേ പല വീടുകളിലും ഹെറിറ്ററി ആയിട്ടും ഇത് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വല്ല പ്രിക്കോഷൻസ് ആ നേരത്തെ ഹോമിയോപ്പതി മരുന്ന് നേരത്തെ മരുന്ന് കഴിച്ചാൽ അതിൻ്റെ ഇത് കുറഞ്ഞിരിക്കും, അതിൻ്റെ സീരിയസ്നെസ് കുറഞ്ഞിരിക്കും. ലൈഫ് ക്യാൻ ബി എക്സ്റ്റൻഡ്, സർവീസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഈ ഹെറിറ്ററി ഫാക്ടർ ഉള്ളത് ഇച്ചിരി ട്രീറ്റ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ളവർ നേരത്തെ ചികിത്സ തേടുക, ഹെറിഡിറ്ററി ഹിസ്റ്ററി ഉള്ളവർ നേരത്തെ ചികിത്സ തേടുക. അതിന്റെ പ്രിക്കോഷൻസ് ഈ പറഞ്ഞ പോലെ അമരപ്പയറൊക്കെ തോരമയ്ക്കോ, വെള്ളം കുടിക്കുകയോ, ലൈഫ് സന്തോഷകരമായിട്ട് ചുമ്മാ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും തമാശ കോമഡി സീൻസ് ഒക്കെ കണ്ട് ചിരിക്കുക. പിന്നെ അതുപോലെ നമ്മളെ ഹൃദയത്തിലുള്ള എന്ത് വിഷമങ്ങളായാലും അത് തുറന്ന് മറ്റുള്ളവരോട് പറയുക. ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം ഇത് ഉൾപ്പെടെ ഈ നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ ഉള്ളിലൊതുക്കി പോകുന്നത് ഒരുപാട് ഹാർട്ടിനുള്ള അസുഖങ്ങൾ പോലും ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടും. ഉള്ളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മറ്റുള്ളവരോട് തുറന്നു പറയുക. പറയുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ പകുതി ഭാരം കുറഞ്ഞിരിക്കും. നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരോട് പറയുക, അടുത്ത ബന്ധുക്കളുണ്ടെങ്കിൽ പറയുക. ആരെങ്കിലും നമുക്ക് എന്ത് വിഷമങ്ങളില്ലാത്തോ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാത്തതായ ഒരു മനുഷ്യരും ഇല്ല. നമ്മളിപ്പോ അതൊരാളോട് പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് ഒരു പ്രശ്നങ്ങളും വരില്ല. പ്രശ്നങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അതൊരാൾ അറിയും എന്ന് പറഞ്ഞ് രഹസ്യമായി സൂക്ഷിച്ചാൽ ഇതെല്ലാം നമുക്ക് അസുഖങ്ങളായിട്ട് ആയിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെ മനസ്സ് ഓപ്പണപ്പ് ആക്കുക. ഇതൊക്കെ ഇതുപോലുള്ള അസുഖങ്ങൾ കുറയാൻ കാരണമാവും എന്ന് എനിക്കും തോന്നുന്നു. സാറ് പറഞ്ഞ പോലെ സൈക്കോളജി കുറച്ച് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നമുക്കിന്ന് കിട്ടി. അപ്പൊ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും മനസ്സ് തുറന്നവർക്കും നന്ദി പറയുന്നതിന് വേണ്ടി മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. മറിയാമ്മ ഡോക്ടറെ. ഹലോ ഡോക്ടറെ, ഞാൻ കോട്ടയത്തെ ഡോക്ടർ മഹേഷ് ആണ്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ? ഞാന് ധനേഷ് സാറിനോട് വിളിച്ചിട്ട് ഒന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ക്ലാസ് നടത്താൻ പറ്റുമെന്ന്. അത് സാറിനൊരു നന്ദി. എനിക്കിങ്ങനെ ഒരു പേഷ്യന്റ് കിട്ടിയ ഒരാഴ്ചക്ക് മുമ്പേ. അവരുടെ വൈഫാണ് വന്ന് ചോദിച്ചത് ഇതിന് പാർക്കിൻസൺസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നേ. ഇമ്മൊബിലിറ്റി എവിടെയെങ്കിലും പിടിച്ചോണ്ടങ്ങ് നിൽക്കുകയാണെങ്കിൽ അവിടെ അങ്ങോട്ട് വിടത്തേ ഇല്ല. അതാണ് അവരുടെ മെയിൻ പ്രശ്നം. അപ്പം 10 വർഷമായിട്ട് പാർക്കിൻസൺസ് ഡയഗ്നോസ് ആണ്. അതിനൊരു 10-16 മെഡിസിൻസ് ഉണ്ട്. അപ്പൊ ഇവർക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിടിച്ചു നിൽക്കുന്നതൊന്ന് മാറ്റി മൊബിലിറ്റി ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്. അത് റെഫർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഹോമിയോപ്പതി കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിശ്വസിക്കുന്നുണ്ട്. ആ പുള്ളിക്കാരനാണ് നിങ്ങളോട് ഡയറക്റ്റ് ചെയ്തേ. അപ്പൊ സിൻഡോപ്പ പോലെയുള്ള മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നിർത്താൻ പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അതിനങ്ങ് അഡിക്ഷൻ ആയാൽ അതവർക്ക് നിർത്താൻ പറ്റത്തില്ല. അല്ല ഡോക്ടറെ, അത് പാരലി എടുത്തോണ്ട് ഗ്രാജുവലി കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ആണല്ലേ. ഒരു 16 മെഡിസിൻ ഇവർക്ക് സെപ്റ്റൽ ഡിഫക്റ്റ് ഒക്കെ 16 മെഡിസിൻ ഇപ്പൊ എടുത്തോട്ടെ ഒരു 4-5 മാസം കഴിഞ്ഞിട്ട് ഗ്രാജുവലി ടാപ്പർ ചെയ്യാം അല്ലേ. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിരിക്കും ഒന്നുകൂടെ. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആയിരിക്കും ഒന്നുകൂടെ ബെറ്റർ. അതെ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ വൈറ്റൽ ഫോഴ്സ് ഡൗൺ ആണ്. നെക്സോമിക് കഴിച്ചാൽ കൂടും വൈറ്റൽ ഫോഴ്സ്. പക്ഷെ പുള്ളിക്കാരൻ സ്പിരിറ്റഡ് ആണ് കേട്ടോ. യാത്ര പോകാനൊക്കെ ഇഷ്ടമാണ്. വൈഫ് എവിടെയെങ്കിലും നെക്സോമിക് കൊടുത്താൽ മതി, കയറി വരും. വൈറ്റൽ ഫോഴ്സ് കയറുമ്പോഴത്തേക്കും വ്യത്യാസം വരും. എന്നിട്ട് ഗ്രാജുവലി ടാപ്പർ ചെയ്യാം. എത്ര സിൻഡോപ്പ കഴിക്കുന്നുണ്ട്? ഞാൻ ക്ലിനിക്കിൽ എഴുതി വെച്ചിരിക്കുക. സിൻഡോപ്പ മാത്രമല്ല, ഡയബറ്റീസ് ഉണ്ട്, പിന്നെ ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി ഉണ്ട്. അങ്ങനെ കുറെ എല്ലാത്തിനും മരുന്നാണ്. എല്ലാ മരുന്നും ഓരോ ഡോക്ടർമാരും ഓരോ സ്പെഷ്യാലിറ്റിയാണ്. അവരെല്ലാം കൂടെ മരുന്ന് എഴുതുന്ന ഒറ്റ രോഗിയിലാണ്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ പറയുന്നത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുമ്പോ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഹോമിയോപ്പതി മാത്രമേ ഇൻട്രൊഡ്യൂസേഷൻ ഉള്ളൂ. അമ്പാടിയമ്മ എന്തോ പറഞ്ഞല്ലോ. അമ്പാടിയമ്മ എന്താണ് പറഞ്ഞത്? ഈ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ആ പേഷ്യന്റിന് ട്യൂബർക്കുലർ മയോസിസ്, നമുക്ക് ട്യൂബർക്കുലിനും ഇടയ്ക്ക് ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കൽക്കരിയ ഫോസും പിന്നെ ട്യൂബർക്കുലിനും ഒരു 10 പിന്നെ ഓഡിറ്ററി ഹലൂസിനേഷൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ.
ഓഡിറ്ററി ഹലൂസിനേഷൻ. ഈ പാർക്കിൻസൺസ് വേറെ 1-2 കേസ് കേട്ടിരിക്കുന്നതിനകത്ത് ഓഡിറ്ററി ഹലൂസിനേഷൻ ഈ പുള്ളിക്കാരനുണ്ട്. ഗേറ്റിന്റെ അവിടെ ആരോ വന്ന് നിൽക്കുന്ന പോലെയൊക്കെ എനിക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ പറയുന്നത്. ഇപ്പം പാർക്കിൻസൺ 1-2 പേർക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓഡിറ്ററി ഹലൂസിനേഷൻ. അനാക്കാർഡിയല്ലേ? അനാക്കാർഡിയത്തിന് പിന്നെ സാധ്യത രണ്ടാമത് കൂടിയുണ്ട് അല്ലേ? ഇപ്പൊ പറഞ്ഞില്ലേ എവിടെയെങ്കിലും പിടിച്ചോടത്ത് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു പറഞ്ഞില്ലേ, അതിന് ഗ്രാഫൈറ്റീസ് നല്ലതാണ്. കോൺസ്റ്റിപ്പേഷനും കൂടി ഉണ്ടെങ്കിൽ ഗ്രാഫൈറ്റീസ് കൊടുത്തു നോക്കൂ. ശരി ശരി, താങ്ക് യു. അപ്പോ എന്തായാലും മഹേഷ് ഡോക്ടർക്ക് കുറെ ടിപ്പുകളും കുറെ മരുന്നുകള് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏതൊക്കെയാണോ ഏതൊക്കെയാണോ ആ മഹേഷ് ഡോക്ടറെ നാളെ രാവിലെ റിസൾട്ട് കിട്ടൂല, വെയിറ്റ് ആൻഡ് സീ. കുറച്ചാള് കണ്ടിന്യൂ ചെയ്താലേ ഫലം കിട്ടുള്ളൂ. ശരി ശരി ശരി. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഓക്കെ, അപ്പൊ ഈ ഇത്രയും കേട്ട മെഡിസിനിൽ ആ പേഷ്യന്റിന് ഏതൊക്കെയാണോ ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് ഡോക്ടർക്ക് അത് സെലക്ട് ചെയ്യാം. പ്രിക്കോഷൻ അല്ല, അവരുടെ പേഷ്യന്റും അവരുടെ ഫാമിലിയും തയ്യാറാണെങ്കിൽ ഇതിൽ മെഡിസിനൊക്കെ കുറച്ച് കൊണ്ടുവന്ന് ഈ നമ്മുടെ മെഡിസിൻ ഈ കേട്ടതിൽ ആ പേഷ്യന്റിന് യോജിക്കുന്ന മെഡിസിനൊക്കെ കൊടുത്ത് ഒരു കുറച്ച് കൊണ്ടുവരാൻ ഡോക്ടർക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു. താങ്ക് യു. ഓക്കെ, മറിയമ്മ ഡോക്ടറെ നമുക്ക് നന്ദി പ്രകാശനത്തിലേക്ക് കടക്കാം. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും ഇന്നത്തെ പാർക്കിൻസൺസ് രോഗവും ഹോമിയോപ്പതി ചികിത്സയും എന്ന ചർച്ച വളരെയധികം വിജയകരമായിട്ടാണ് ഇവിടെ നടന്നത്. അതിൻ്റെ ആമുഖമായി സംസാരിച്ച ധനേഷ് ഡോക്ടറും അനുബന്ധമായി തുടർച്ചയായിട്ട് ഈ രോഗത്തിൽ ഉള്ള അനുഭവങ്ങളും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും പറഞ്ഞു തന്ന ജോസ് ഐസക് സാറിനും രമാദേവി അമ്പാടി അമ്മയ്ക്കും ശ്രീധര കുറുപ്പ് സാറിനും അനിൽകുമാർ ഡോക്ടർക്കും ഹരിഹരൻ ഡോക്ടർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഇങ്ങനെ ഒരു ക്ലാസ് വെക്കുവാനായിട്ട് ആവശ്യപ്പെട്ട ഡോക്ടർ മഹേഷ് ജോണിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളരെയധികം നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാധാരണ നമുക്ക് നടക്കുന്ന ചർച്ചയിലും വളരെ വിജയകരമായി നടന്നൊരു ക്ലാസ്സാണ്. കാരണം ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇനി പാർക്കിൻസൺസ് ചികിത്സിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. ഏതായാലും ഇന്നത്തെ മോഡറേറ്റർ ശൈല ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി. ഓക്കെ, മറിയമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് അധികമായി. നല്ല ഡിസ്കഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മുമ്പോട്ട് പോയത്. എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ ഈ ചർച്ച കൊണ്ട് ഡോക്ടേഴ്സിന് ഒരുപാട് ഗുണം ഉണ്ടായി കാണും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളം പാർക്കിൻസൺസ് ഡിസീസും ഹോമിയോപ്പതിയും എന്നുള്ള ചർച്ച അവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു.